ഹായ് ഫ്രണ്ട്സ്, സേമിയയുടെ ഇഷ്ടമുള്ളവർ ഇങ്ങോട്ട് പോന്നോളി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് മുന്തിരി ഇട്ട് വറുത്ത് കോരി മാറ്റി വെക്കണം. ഞാൻ മുന്തിരി കഴുകി വെള്ളത്തോട് ഓടി അതിനിട്ടത് അപ്പോൾ ഒന്നായിട്ട് തെറിച്ചിട്ട്, അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ നനവില്ലാത്ത മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിവിടെ എടുത്ത പഴം അധികം പഴുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരക്കപ്പ് തേങ്ങ ചിരകിയതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് സേമിയ ഇട്ട് വറുത്തെടുക്കണം. വറുത്ത് വെച്ച സേമിയ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. 1 കപ്പ് സേമിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നെയ്യിൽ വറുത്തെടുക്കണം. നന്നായിട്ട് ഗോൾഡൻ കളർ ആയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വേവിച്ചെടുക്കുക. സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുക, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇനി അത് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ നമ്മുടെ സേമിയ ഒന്നും കൂടി ലൂസാവും. അപ്പോൾ കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അട ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച മുന്തിരി ഇതിലേക്കിട്ട് ഇനി ഒരു വാഴ ഇലയിൽ ഇത് നിരത്തി വെച്ച് ഒന്ന് മടക്കിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ശരി.